സിറ്റി ക്ലബ് ചാലക്കുടിയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ ഒരു മത്സരം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് 2 മാറ്റങ്ങളാണ് സിറ്റി ക്ലബ് ചാലക്കുടി വരുത്തിയിരിക്കുന്നത്. ഇപ്പോഴും പന്ത് നിയന്ത്രണത്തിൽ നിർത്താൻ സാധിക്കുന്നില്ല ഇരു ടീമുകൾക്കും. വൈഗ ആൻഡ് രേഷ്മ പിയിലേക്ക്. രേഷ്മ പി ഒരു 1 vs 1 സിറ്റുവേഷൻ ആൻഡ് ഗോൾ നമ്പർ 1. രേഷ്മ പി അടിക്കുന്നു ആദ്യത്തെ ഗോൾ. കേരള യുണൈറ്റഡ് വേഴ്സസ് സിറ്റി ക്ലബ് ചാലക്കുടി മത്സരത്തിൽ ആദ്യത്തെ ഗോൾ പിറന്നിരിക്കുന്ന മത്സരത്തിൻ്റെ 8ാമത്തെ മിനിറ്റിൽ രേഷ്മ അടിക്കുന്നു ആദ്യത്തെ ഗോൾ. നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. വൈഗയുടെ ഒരു പെനട്രേഷൻ പാസിലൂടെയാണ് രേഷ്മ പിക്ക് ആദ്യത്തെ ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നത്. ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് ഈസിയായി ഫിനിഷ് ചെയ്തുകൊണ്ട് ആദ്യ ലീഡ് നൽകുകയാണ് രേഷ്മ പി. തുടർച്ചയായ 3ാമത്തെ മത്സരത്തിലാണ് രേഷ്മ പി ഗോൾ അടിക്കുന്നത്. കാരണം എതിർ ടീമിൻ്റെ കാലുകളിലേക്കാണ് ആർദ്ര പാസ് നൽകിയത്. അലീന ടോണി വലത് വിങ്ങിൽ കൂടി അലീന ടോണി ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമം. രേഷ്മ പി അടിക്കുന്നു 2ാമത്തെ ഗോൾ ഈ മത്സരത്തിൽ. ഇതോടുകൂടി 4 ഗോൾ നേടുന്ന താരമെന്ന ബഹുമതിയും രേഷ്മ പിയെ തേടി വരികയാണ്. കേരള യുണൈറ്റഡിൻ്റെ മത്സരത്തിൻ്റെ 37ാമത്തെ മിനിറ്റിലാണ് രേഷ്മ പി തൻ്റെ 2ാമത്തെ ഗോൾ നേടുന്നത്. ആ ഗോൾ വന്ന വഴി നോക്കുക. അലീനയുടെ നല്ലൊരു കട്ട് ബാക്കാണ് രേഷ്മ പിക്ക് ഈസിയായി ഗോൾ കീപ്പറുടെ വലത് ഭാഗത്തേക്ക് നിറവൊഴിക്കാൻ സാധിച്ചത്. അലീന ടോണിയും രേഷ്മ പിയും തമ്മിലുള്ള കോമ്പിനേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എത്രത്തോളം ഡേഞ്ചർ പ്ലേയേഴ്സാണ് ഇരുവരും. ഇരുവരെയും ബ്ലോക്ക് ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിൽ സിറ്റി ക്ലബ് ചാലക്കുടിക്ക് വേണ്ടത്. മത്സരത്തിൻ്റെ 8ാം മിനിറ്റിലും 37ാമത്തെ മിനിറ്റിലുമാണ് രേഷ്മയ്ക്ക് ഗോൾ കണ്ടെത്താനായത്. ഈ മത്സരത്തിൽ ഇരട്ട ഗോളുകളാണ് ലക്ഷ്യം വെച്ചിട്ട് വീണ്ടും ഒരു ഔട്ട്ഫുട്ട് പാസ്സാണ്. അനുശ്രീ എടുക്കുന്ന ഒരു ഷോട്ട്. അനുശ്രീക്കും പന്ത് നിയന്ത്രിച്ച് നിർത്താനാകുന്നില്ല. നേരെ ധിയയിലേക്കാണ്. ആഷ്മി റോബർട്ട് അവിടെ നിന്ന് നേരെ രേഷ്മ അയ്യാർ വരുന്നു. രേഷ്മ അടിക്കുന്നു 3ാമത്തെ ഗോൾ കേരള യുണൈറ്റഡിന് വേണ്ടി. മത്സരത്തിൻ്റെ 66ാമത്തെ മിനിറ്റിൽ രേഷ്മ അടിക്കുന്നു. ഇതോടുകൂടി കേരള യുണൈറ്റഡിൻ്റെ അക്കൗണ്ടിൽ 3 ഗോളുകളായിരിക്കുന്നു. ഈസ്റ്റ് കേരള വുമൻസ് ലീഗിൽ 2024-2025 സീസണിൽ രേഷ്മ അയ്യാറിൻ്റെ പേരിൽ കുറിക്കപ്പെടുന്ന ആദ്യത്തെ ഗോളാണ്. സെൻറ്റർ ബാക്ക് പൊസിഷനിൽ നിന്നുമാണ് രേഷ്മ മുന്നിലോട്ട് കയറി വന്ന് പെനാൾട്ടി ഏരിയയ്ക്ക് സമീപത്തായി വന്ന ഒരു ലോങ് റേഞ്ച് ഷോട്ട് എടുത്തുകൊണ്ട് ഒരു ഗോൾ നേടി. അഗൈൻ അലീന ടോണി എവിടെയാണോ അവസാനിച്ചത് അവിടെ തന്നെ തുടങ്ങുകയാണ് അലീന ടോണി. ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമമാണ് പെനാൾട്ടി ഏരിയയ്ക്കുള്ളിലായി. അഗൈൻ അലീന ടോണി അഗൈൻ അനുശ്രീ അടിക്കുന്നു 4ാമത്തെ ഗോൾ കേരള യുണൈറ്റഡിന് വേണ്ടി. 2024-25 സീസണിൽ അനുശ്രീയുടെ ആദ്യത്തെ ഗോളാണ് സിറ്റി ക്ലബ് ചാലക്കുടിക്ക് മേൽ പതിഞ്ഞിരിക്കുന്നത്. ഈ ഗോൾ വന്ന വഴി നോക്കുക. അലീന ടോണിയുടെ ബൂട്ടിൽ നിന്നുമാണ് ഒരു അസിസ്റ്റ് വന്നത്. കൃത്യമായി തന്നെ വലയിലെത്തിച്ചിരിക്കുകയാണ് അനുശ്രീ. ഇതുവരെ രേഷ്മമാരാണ് ഗോൾ കണ്ടെത്തിയിരുന്നത്. എന്നാൽ രേഷ്മമാരിൽ നിന്നും വ്യത്യസ്തമായി അനുശ്രീ ഗോൾ കണ്ടെത്തിയിരിക്കുകയാണ് 81ാമത്തെ മിനിറ്റിൽ. ഈ മത്സരം വിജയിക്കുന്നതോടുകൂടി 3 മത്സരങ്ങൾ തുടർച്ചയായി ജയിക്കുന്ന ആദ്യ ടീമായി ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് 2024-2025 സീസണിൽ കേരള യുണൈറ്റഡ് മാറാനാകും. ഏഞ്ചൽ കുര്യൻ ഈ മത്സരത്തിൽ നിർണായകമായ കളി കാഴ്ചവെച്ച താരമാണ് ഏഞ്ചൽ കുര്യൻ. ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടതാണ് ഏഞ്ചൽ കുര്യൻ്റെ കളി. ഫൈനൽ വിസിൽ വന്നിരിക്കുകയാണ്. എതിരില്ലാത്ത 4 ഗോളുകൾക്ക് സിറ്റി ക്ലബ് ചാലക്കുടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള യുണൈറ്റഡ് അവരുടെ 3ാമത്തെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്.